റീസെന്റ് ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ദാറ്റ് ഈസ് ഈ വർഷം മഴയുടെ ലഭ്യത കുറവായിരിക്കും, ഡ്രോട്ട് ലൈക്ക് കണ്ടീഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾ റീസെന്റ് ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് നമുക്ക് അതിന്റെ മെയിൻ റീസൺ നമുക്ക് നോക്കിയാലോ? അപ്പൊ വീഡിയോയിലോട്ട് പോവാം. ഇതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എൽനിനോ ആണ്. എൽനിനോ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈസ്റ്റേൺ ട്രോപ്പിക്കൽ പസഫിക്കില്, ദാറ്റ് ഈസ് അതിന്റെ സർഫേസ് വാട്ടറിൽ അസാധാരണമായി ചൂട് കൂടുന്ന ഒരു പ്രതിഭാസമാണ് എന്ത് എൽനിനോ എന്ന് പറയുന്നത്. അപ്പൊ എൽനിനോ എന്ന് പറയുന്നത് ഒരു റെഗുലർ സൈക്കിൾ അല്ല, ദാറ്റ് ഈസ് എപ്പോഴും ഒക്കർ ചെയ്യുന്ന സൈക്കിൾ അല്ല. ഇത് 2 അല്ലെങ്കിൽ 7 വർഷം കൂടുമ്പോഴായിരിക്കും ഈ ഒരു സൈക്കിൾ ഒക്കർ ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാൻ വെച്ചാൽ ഈസ്റ്റേൺ ട്രോപ്പിക്കൽ പസഫിക് ഓഷ്യനിൽ എൽനിനോ എന്ന പ്രതിഭാസം ഉണ്ടാകുമ്പോൾ ദാറ്റ് ഈസ് ചൂട് കൂടിയ സർഫേസ് വാട്ടർ സെൻട്രൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ പസഫിക്കിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ അവിടുത്തെ മൊത്തമാരും എയർ സർക്കുലേഷനിലെ വ്യതിയാനം, ദാറ്റ് ഈസ് വ്യത്യാസം കാണും. അപ്പൊ ചിലയിടങ്ങളിൽ റെയിൻഫോൾ റിഡക്ഷൻ സംഭവിക്കും, ചിലയിടങ്ങളിൽ ഫ്ലഡ്, റെയിൻഫോൾ അധികമായി, ലഭ്യത കൂടും. അപ്പൊ നോക്കാൻ വെച്ചാൽ ദാറ്റ് ഈസ് സൗത്ത് അമേരിക്ക രാജ്യങ്ങളായ ഇക്വഡോർ, പെറു പോലെയുള്ള രാജ്യങ്ങളിൽ ഫ്ലഡ് ഉണ്ടാവും, ദാറ്റ് ഈസ് അവിടെ മഴ കൂടുതലായി ലഭിക്കും. അതുപോലെ തന്നെ ഇന്ത്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഓസ്ട്രേലിയ പോലെ കൺട്രീസിൽ ദാറ്റ് ഈസ് ഡ്രോട്ട് ലൈക്ക് കണ്ടീഷൻസ് ആയിരിക്കും ഉണ്ടാവുക, ദാറ്റ് ഈസ് അവിടെ മഴ ലഭ്യത കുറയും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നുന്നു വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.